നമസ്കാരം. ഇറാന്റെ പരമാധികാരത്തിന്മേൽ അമേരിക്ക നടത്തിയ കടന്നുകയറ്റത്തിൽ ഇന്ത്യ പുലർത്തുന്ന മൗനത്തെ വിമർശിച്ചവർക്ക് ശശി തരൂർ എംപിയുടെ ചുട്ട മറുപടി. പ്രമുഖ മാധ്യമപ്രവർത്തകൻ രാജീവ് സർദേശായുമായുമുള്ള അഭിമുഖത്തിനിടെയാണ് ആഗോള രാഷ്ട്രീയത്തിലെ ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങളെ തരൂർ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മോദി സർക്കാർ കാണിക്കുന്ന വിവേകത്തെ വാനോളം പുകഴ്ത്തുവാനും തരൂർ മറന്നില്ല. അമേരിക്കയെ വിമർശിക്കാത്തതിൽ മോദി സർക്കാരിനെതിരെ വിരൽ ചൂണ്ടിയ പ്രമുഖ മാധ്യമപ്രവർത്തകൻ രാജീവ് സർദേശായിയെ നിശബ്ദനാക്കിയാണ് തരൂർ തന്റെ നയതന്ത്ര മികവ് തെളിയിച്ചത്. ലോകത്ത് 193 രാജ്യങ്ങളുണ്ട്. ഇതിൽ എത്ര രാജ്യങ്ങൾ അമേരിക്കയെ തൊടാൻ ധൈര്യം കാണിച്ചു എന്ന തരൂരിന്റെ ചോദ്യത്തിനു മുന്നിൽ സർദേശായിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. സ്വന്തം പാർട്ടിയിലെ വിമർശകർക്ക് പോലും കൃത്യമായ മറുപടി നൽകുന്നതായിരുന്നു തരൂറിന്റെ വാക്കുകൾ. അമേരിക്കൻ ആക്രമണത്തെ ഇന്ത്യ എന്തുകൊണ്ട് അപലപിച്ചില്ല എന്ന രാജീവ് സർദേശായിയുടെ ചോദ്യത്തിന് തരൂർ നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ നിശബ്ദനാക്കുന്നതായിരുന്നു. ലോകത്ത് 193 രാജ്യങ്ങളുണ്ട്. ഇതിൽ സ്പെയിൻ ഒഴികെ മറ്റേതെങ്കിലും രാജ്യം അമേരിക്കയെ പരസ്യമായി വിമർശിക്കുവാൻ ധൈര്യം കാട്ടിയോ എന്നായിരുന്നു തരൂറിന്റെ മറുചോദ്യം. അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കിയാൽ രാജ്യത്തിന് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുമെന്നും വൈകാരികമായല്ല മറിച്ച് പ്രായോഗികമായാണ് വിദേശ നയങ്ങൾ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യ-യുക്രൈൻ യുദ്ധസമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർത്തിയ നിസ്സംഗതയെ താൻ മുൻപ് വിമർശിച്ചിരുന്നുവെന്ന് തരൂർ വെളിപ്പെടുത്തി. എന്നാൽ 2 വർഷത്തിനു ശേഷം മോദി മോസ്കോയിൽ പോയി പുടിനെയും കീവിൽ പോയി സെലൻസ്കിയെയും ആലിംഗനം ചെയ്തപ്പോൾ ആ മൗനത്തിന്റെ വില തനിക്ക് ബോധ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുപക്ഷത്തോടും ഒരേ സമയം സംസാരിക്കുവാനുള്ള നയതന്ത്ര ചാലുകൾ തുറന്നിടുവാൻ ആ മൗനത്തിലൂടെ മോദിക്ക് കഴിഞ്ഞുവെന്നും ഇത് വലിയൊരു നയതന്ത്ര വിജയമാണെന്നും ശശി തരൂർ നിരീക്ഷിച്ചു. അമേരിക്കൻ വിഷയത്തിൽ മോദിയെ കടന്നാക്രമിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിലെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ജയറാം രമേശ് തുടങ്ങിയവർക്കുള്ള ശക്തമായ സന്ദേശം കൂടിയായിരുന്നു തരൂറിന്റെ വാക്കുകൾ. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എതിർപ്പുകൾ ഉണ്ടാകാമെങ്കിലും വിദേശ നയത്തിൽ രാജ്യത്തിന്റെ മൊത്തം താൽപര്യത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പഞ്ചശീല തത്വങ്ങളും പ്രായോഗിക രാഷ്ട്രീയവും സമന്വയിപ്പിച്ചുള്ള ഇന്ത്യയുടെ പുതിയ നീക്കങ്ങളെ തള്ളിക്കളയാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നയതന്ത്രത്തിന്റെ മറ്റൊരു ലോകം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമാണെന്നും ശശി തരൂർ അടിവരയിട്ട് പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ചിലപ്പോൾ മൗനം പോലും വലിയൊരു ആയുധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടെ മോദി സർക്കാരിന്റെ വിദേശ നയത്തെ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചവർക്ക് അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.